നല്ല കടുപ്പുള്ള ചായ, മധുരം കുറച്ച്. കൊള്ളാവോ? സൂപ്പർ. സത്യം പറയാമല്ലോ, ഇവിടെ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എന്റെ മാക്കു ഓരോരോ തിരക്കുകളല്ലേ, വല്ലപ്പോഴും അല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. വന്നു കഴിഞ്ഞാൽ 2 പെൺപിള്ളേരും എന്റെ അടുത്തൊന്നും മാറൂല. അവർക്ക് ഓരോരോ ആവശ്യങ്ങളാ. ഇടി, ആ 2 പെൺപിള്ളേരുടെ സ്വഭാവം നിനക്കറിയാവോ? ചുമ്മാതെ കുഞ്ഞൊരു പുല്ല് പോലും പറിക്കത്തില്ല. സത്യം പറയാൻ അവർക്ക് 2 പെങ്കൊച്ചുങ്ങൾ ഉണ്ടായപ്പോഴേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവളെ എന്തെങ്കിലും സഹായിക്കുമെന്ന്. ഇത് ഒന്നുമില്ലെന്നേ. ഇത് ചുമ്മാതെ. എന്താണ് പെങ്കൊച്ചുങ്ങളെ കാര്യമൊക്കെ പറയണേ? അല്ല, ഞാൻ നിന്റെ കാര്യം ഇങ്ങനെ ഇവിടുത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യ, എപ്പോഴും എന്നെ കുറിച്ച് നല്ലത് പറയാൻ മാത്രമേ മാവനുള്ളൂ. നിന്നെ കുറിച്ച് മാത്രമല്ല, പിങ്കിയെ കുറിച്ചും കൂടാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നിങ്ങൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്. കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കത്തില്ല. ഒരു സഹായം ചെയ്യാതെ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു പോയി, ക്ഷമിക്കണം. മാമാ, ഞങ്ങൾ ഇല്ലാത്തപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അയ്യോ, കുറ്റം പറഞ്ഞാലും മോളെ പുകഴ്ത്തിയതല്ലേ. ചെറുതായിട്ട് ഇരിക്കൂടെ. ഈടി മണിക്കുട്ടി എന്തെങ്കിലും സഹായം ചെയ്തൂടെ? അടുക്കള അവള് എന്ത് കിടന്ന് കഷ്ടപ്പെടുക. മാമ, ഞാൻ എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തിരക്കായതുകൊണ്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്ത് പറയാനാ, ജിം ടു ജിം അല്ലേ? പിന്നെ എടി, അതെ, ഞാൻ കളരി ടു കളരിയായിട്ട് കുറെ കാലം നടന്നാ. അന്ന് മറ്റു വീട്ടിലെ പണി ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ ചെറുപ്പത്തില് എന്റെ വീട്ടില് സാമ്പത്തികമായിട്ട് ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ടല്ലയോ നമ്മുടെ കല്യാണം അച്ഛൻ നടത്തി തരായിരുന്നത്. അപ്പോഴേ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നേ. പക്ഷെ ഞാൻ എന്നും രാവിലെ എണീറ്റ് വീട്ടിലെ ജോലി, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്കൂളിലും കോളേജിലായിരുന്നപ്പോഴും ഒക്കെ പോകുന്നത്. അങ്ങനെ വേണം പെൺപിള്ളാര്. പക്ഷെ ഇപ്പോഴുള്ള പെൺപിള്ളേര് അങ്ങനെ കഷ്ടപ്പെടുന്നില്ലല്ലോ. എവിടെ, അവർക്ക് ആഹാരം കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ എടുത്ത് കഴിക്കും. നമ്മൾ തിന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സൗകര്യം. പക്ഷെ കഷ്ടപ്പെടുന്നതിന്റെ വില വേറെ. അതെനിക്ക് അറിയാം മാമി. അതുകൊണ്ടല്ലേ ഞാൻ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയായിരുന്നു കഷ്ടപ്പെടുന്നത്. അയ്യോ മാമാ, മണിക്കുട്ടാ ഓടിവാ. മാമാ, മക്കളെ ഓടിവാ. അതെ, ശരി. അലന്ന ശബ്ദം. അളിയന. അയ്യോ, നോക്കാം. മണി, മണിക്കുട്ടി, മണി എന്തൊക്കെ കണ്ണുറങ്ങ്. അളിയാ, മണിക്കുട്ടി, ഇതെന്തു പറ്റി? ഒന്നുമില്ല, എന്നെ കുഴപ്പമില്ല. അതെ, മണിക്കുട്ടി എന്തെങ്കിലും ചെയ്തോ? ചെയ്ത് കാണും അളിയൻ. അല്ലെങ്കിൽ അവളിങ്ങനെ ബോധം കെട്ട് കിടക്കത്തല്ല. മണിക്കുട്ടി, മണി, ഞാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങളെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളങ്ങ് ബോധം കെട്ടങ്ങ് വീണു. എങ്ങനെ? ഞങ്ങളിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ വിളി പെട്ടെന്ന് തലയിറങ്ങി അങ്ങ് ബാക്കിലോട്ട് അങ്ങ് വീണു. മണിക്കുട്ടി, അളി ഇങ്ങോട്ട് നോക്കിയേ. പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീണു. തല ഇറങ്ങി വീണു. മണി, കണ്ണുറക്കമ്മ. എന്റെ ഭഗവാനെ, മൂന്നാമതെങ്കിലും ഒക്കെ ഒരു ആൺകുട്ടി ഉണ്ടായാ മതിയായിരുന്നു. അതൊന്നുമല്ല മണിക്കുട്ടി. മണി, പെങ്ങളെ ആശുപത്രി കൊണ്ടുപോകാൻ എല്ലാരും ഒന്ന് ബഹളം വെക്കല്ലേ. ബോധം വീണ. എഴുന്നേക്ക് മണി, എഴുന്നേക്ക്. അല്ലെങ്കിൽ അവക്ക് ബോധമില്ലാത്തവളാ. തലകറി കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പഴേ ബോധം കിടും. പണ്ട് പോലെ അങ്ങനെ. എഴുന്നേക്ക് മക്കളെ. എന്ത് പറ്റി മണി? ഞാനേ പെട്ടെന്ന് എന്റെ തല കണ്ണിൽ കൂടെ ഇങ്ങനെ ഇരുട്ട് കയറി ഞാൻ വീണാ. നീ വീണില്ല, വീഴാൻ പോയി. ഞാൻ പിന്നെ പിടിച്ച് ചാരി കിടത്തി. നമുക്കേ ആശുപത്രി പോവാം മണി. പോണം. ആശുപത്രി കൊണ്ടുപോകണം. ഇല്ല, ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ചെറിയൊരു ആശുപത്രി പോയാ അതെ, നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കും. ഇച്ചിരി കാറ്റ് കിടർട്ടെ. വലിയ പ്രശ്നമൊന്നും ഇല്ല. ഞാൻ ഒന്ന് കിടന്നാ മാറാന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും അസുഖം വന്ന ആശുപത്രി പോയില്ലെങ്കിലേ പിന്നെ സൂചി കൊണ്ട് എടുക്കേണ്ടത് പൂം കൊണ്ട് എടുക്കേണ്ടി വരണ്ടേ. മാമ, ആശുപത്രി പോയാ പറ്റൂ. ഇതുപോലെ മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോഴും ഇങ്ങനെ തല ഇറങ്ങി വീണായിരുന്നു. എപ്പോ? കുറച്ചു ദിവസം മുമ്പ്. ആണോ? എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ മണി നീ അത്. പറയാൻ മാത്രമൊന്നും ഒന്നും ഇല്ല. ചെറിയ തലച്ചിട്ട് വന്ന എന്നാ പിന്നെ ആശുപത്രി കൊണ്ടുപോവാം. ഞാൻ കൊണ്ടുപോകാം. ചെല്ലുമ്പോ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ. എല്ലാ ടെസ്റ്റും നടത്താൻ പറയണം. എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. വണ്ടി പിടിച്ചോണ്ട് വാ. ആംബുലൻസ് വിളിക്കാം. ഒരു കാര്യം, മണിക്കൂട്ടം കൊണ്ട് വാ. ഞാനോട് വരാം. നമുക്ക് രണ്ടും കൂടെ പോവാം. ഞാനും വരാം. എവിടെ പോണേ? കല്യാണത്തിന് പോണതാ. എഴുന്നേക്ക്. അവര് പോയിട്ട് വന്നോളൂ. എഴുന്നേക്ക്. പതുക്കെ. കുഴപ്പമില്ല.
വെള്ളം കുടിക്കണോ? വേണ്ട. പതുക്കെ. മാക്കു വിളിക്കണേ. ആ വിളിക്കാം പതുക്കെ. ഇത്ര നേരം വിളിക്കുന്ന എടുക്കുന്നില്ലല്ലോ അപ്പു. ഇനി അഡ്മിറ്റ് ആയിട്ട് ചെയ്തു കാണോ? ശേ അഡ്മിറ്റ് ചെയ്തെങ്കിൽ മാക്കു എന്നെ വിളിച്ച് പറയത്തില്ലേ? ദേ വരുന്നുണ്ടോ അവര്? ദേ പതുക്കെ. ആ നിർത്ത്. മതി മണി സൂക്ഷിച്ചിറങ്ങും. ഇറങ്ങ. എന്തായി മാക്കു? പറയാം. പതുക്കെ ഇല്ല കുഴപ്പമില്ല. നോക്കി പതുക്കെ ഇറങ്ങ്. ശരി ചേട്ടാ. അച്ഛാ ഓ തട്ടിക്കൊണ്ട് പോയി. ആ പോട്ടെ. അതെ ഡോക്ടർ എന്തോ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ് BP ഒന്ന് ലോ ആയതാണ്. പിന്നെ വേറെന്തേലും? പിന്നെ വൈറ്റമിന്റെ കുറവുണ്ട്, ബ്ലഡ് കുറവുണ്ട്. ആണോ? HP എത്രയാ? HP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളാകുമ്പം 750 മില്ലി, പിന്നെ പൈന്റിന് 375 മില്ലി. എന്തോന്ന്? എന്തിന്റെ കാര്യം ചോദിച്ചേ? HB ഹീമോഗ്ലോബിൻ. അത് 9. ഷോ അത് ഭയങ്കര കുറവാ. പോഷകാഹാരം കഴിക്കാത്തോണ്ടാണ്. ആ നമുക്ക് മിനിമം 12 വേണം. നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. മരുന്നൊക്കെ തന്നാ? ഓ മരുന്ന് ടോണിക്ക് എല്ലാം കൂടെ ഒരു കെട്ടുണ്ട്. ഒന്നുമില്ല കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്. എന്തൊരു വല്ലായ്മ പോലെ. വല്ലായ്മയുണ്ട്, ക്ഷീണമുണ്ട്, നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. അതെ ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ച 1 മാസത്തിലെല്ലാം ഓക്കെയോ. ശരി. അതെ നീ ഒന്ന് അമ്മയെ പിടിച്ചോണ്ട് കിടന്നു. പിടിച്ചോണ്ട് നിൽക്കുന്നത് എനിക്ക് പോവാ അറിയാം. ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശ്രദ്ധിച്ച് മണി. മാമ അതെ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല, അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മണിക്കുട്ടി കഴിക്കുമെങ്കിൽ പോഷകാംശമുള്ള ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അത് മതി. ഞാൻ ഒന്ന് ചെല്ലട്ടെ. നോക്കാം. വാ. പെങ്ങളെ എഴുന്നേക്ക്. വാ. പതുക്കെ. ഇത് കുടിക്ക. എന്തോ ഇത് പിന്നെ സൂപ്പാ. സൂപ്പോ? ആ സൂപ്പ്. എനിക്ക് സൂപ്പൊന്നും വേണ്ട. അയ്യോ വെജിറ്റബിൾ സൂപ്പാ. എല്ലാ കംപ്ലീറ്റ് പ്രോട്ടീനും വിറ്റാമിനും അടങ്ങിയ ഒരു വെജിറ്റബിൾ സൂപ്പാ. എനിക്ക് വല്ല കഞ്ഞി വരാൻ തന്നാ മതി. എടി കഞ്ഞിക്കകത്ത് ഒരു സാധനവും ഇല്ല, വിറ്റാമിൻ ഇല്ല. എനിക്കിത് വേണ്ട, കണ്ടിട്ട് എന്നെ ഛർദ്ദിക്കാൻ മതി. ഇതിന്റെ കുറെ പച്ചക്കറി മുറിച്ചിട്ടേക്കണ്. എടി ഇത് സൂപ്പർ സാധനം. നീ എന്റെ വെള്ളം ഇച്ചിരി ഒന്ന് കുടിച്ചോ. കുടിച്ചോ. എന്ത് സാധനം പറയുന്ന കേട്ടാ മതി കേട്ടോ. എനിക്കൊന്നും വേണ്ട, പറ്റില്ല. നിനക്ക് വയ്യാതിരിക്കുക, ഇത് കുടിക്കണം. സൂപ്പ് കുടിച്ചാ? ഇതേ കുടിച്ചു. ബീട്രൂട്ട് ജ്യൂസ് കുടിക്കണം. എന്റെ ഭഗവതി എന്തോന്ന് എല്ലാരും കൂടി. മണി നിനക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്, ബീട്രൂട്ട് ജ്യൂസ് കുടിക്കണം. ഞാൻ കുടിക്കൂല, എനിക്കിതൊന്നും വേണ്ട. കുടിക്കുമോളെ. പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല, എനിക്കിത് വേണ്ട. പോയൊന്നും എല്ലാരും. അടി. ആ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞങ്ങള് പറയും, നീ അതങ്ങ് അനുസരിച്ചാ മതി. അത് തന്നെ. അല്ലെങ്കിൽ വയ്യത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ടാവും. എന്തോന്നും പണി. നീ ഇവിടെ ഈ 1 മാസം കൊണ്ട് നമുക്ക് ഇവിടെ ആരോഗ്യം റെഡിയാക്കണം, മനസ്സിലായില്ലേ? അളിയത് അങ്ങോട്ട് കൊടുക്ക. നീ കുടി. എനിക്ക് അല്ലെങ്കിൽ ബീട്രൂട്ട് ഇഷ്ടമല്ല. ഇപ്പൊ നീ ബീട്രൂട്ട് കുടിക്കണം. ഇഷ്ടം നോക്കിയിട്ടല്ല, ഗുണത്തിന് വേണ്ടിട്ടാ കുടിച്ച നീ. ഛർദ്ദിക്കാൻ വരും എനിക്ക്. ചിരി കൂടിയരി. അളിയാ നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ജ്യൂസ് കൊടുക്കണം. ഇപ്പൊ ബീട്രൂട്ട്, അടുത്തത് ക്യാരറ്റും വെള്ളരിക്കയും കൂടെ ചേർത്ത്, പിന്നെ പാവയ്ക്ക ജ്യൂസ്. വേറൊരു സാധനമുണ്ട്, ഈ പിന്നെ വേപ്പില. ഭയങ്കര കയ്പല്ലേ? അയ്യ കയ്പിന്റെ അല്ല, ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം. പിന്നെ നെല്ലിക്ക വാങ്ങിക്കാം. നെല്ലിക്ക കൊടുക്കാം. വേറൊരു സാധനം ഉണ്ടല്ലേ മോളെ, വേറെ സാധനമുണ്ട്. അതായത് ഒരു ഒറ്റമൂലിയുണ്ട്. ഒറ്റമൂലി അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോ തന്നത്. അത് ആട്ടിൻകാട്ടത്തിൽ ഉണ്ടാക്കിയത്, ഇത് കോഴിക്കാട്ടത്തിൽ ഉണ്ടാക്കുന്നത്. എല്ലാരും കൂടി ഇവിടെ ഞാൻ അടുക്കളയിലോട്ട്. അടുക്കളയിലൊന്നും പോണ്ട, അവിടെ ഇവിടെ കിടന്നാ മതി. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, അതിൻ പ്രകാരം അങ്ങ് നടന്നാ മതി. അടുക്കളയിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഒറ്റയ്ക്കൊന്നും കക്കൂസി പോകരുത്, അളിയനെ വിളിച്ചോണ്ട് പോയാ മതി. അങ്ങനെയാണെങ്കിലേ നീ റിങ്കിയെ വിളിച്ചാ മതി. അയ്യേ എന്ത് പറയണത്? അതെ എനിക്ക് വെറും തലചുറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാം കൂടെ എന്നെ മാറാരോഗ്യമാക്കി മാറ്റല്ലേ? തലചുറ്റ് എന്തുകൊണ്ടാണ്? നിനക്ക് വൈറ്റമിന്റെ കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ തരുന്നത്. പിന്നെ ക്ലോറൈഡിന്റെ കുറവെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ കുറവുണ്ട് പെങ്ങളെ? വിഷം കൂടെ കലക്കി തായെങ്കിൽ ഇത് കഴിക്കാം. എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും. മണി ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ വീണ്ടും ആശുപത്രി കൊണ്ട് ട്രിപ്പ് ഒക്കെ എടുക്കേണ്ടി വരും മണിക്കുട്ടി. എല്ലാം അളിയന്റെ കുഴപ്പാ. ഞാൻ ചെയ്ത് അളിയന്റെ കയ്യിലിരിപ്പുണ്ടോ? ഞാനല്ല. ബഹളം വെക്കാതൊന്ന് പോയി തരുവോ?
അപ്പൊ ഇതാണ്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണേ. ഞാൻ കുടിക്കാനൊന്നും പോണില്ല ഒന്നും. മണി നീ കുടിച്ചേ പറ്റുള്ളൂ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ. അവള് കുളിച്ചോളും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യും, എനിക്ക് ഉറപ്പാ. കുടിച്ചോണം കേട്ടോ, അല്ല അടി 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 അടി. ഞങ്ങൾ ഇതിവിടെ വെക്കാം, നീ പതുക്കെ എഴുന്നേറ്റ് കുടിക്കണം കേട്ടോ മണി. അതെ, ഒറ്റ വലിക്കാൻ കുടിച്ചാ മതി. ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാ മതി കേട്ടോ. നീ എന്തൊരു കാണിക്കാൻ ഇല്ലാതാക്കട്ടെ വെയിലവിടെ. അതെ, മണിക്കുട്ടി വേണ്ട വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ നിർബന്ധിക്കണം. അതെ, നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അതെ അതെ അതെ, ആ കാര്യം ഞാൻ ഏറ്റ്. ഞാൻ എന്തു പറഞ്ഞാലും ഇവിടെ കേൾക്കും, എന്നെ ഭയങ്കര പേടിയാ പണ്ട് മുതലേ. ഞാൻ മാറ്റൊന്നും ഒന്നില്ലേ നെല്ലിക്കാരിഷ്ടം, അത് ദിവസം ഒരു സ്പൂൺ വെച്ച് അവർക്ക് കൊടുക്കണം. അത് കൊടുക്കാം, അവള് കുടിക്കും, കുടിപ്പിക്കും. അല്ല, ഞാനേ ലീവ് കുറച്ചാളത്തേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കാം. എന്താ അഭിപ്രായം? അല്ല പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലേ ശമ്പളം കുറയൂ. അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, ഒന്നാമത് കളരിന്നുള്ള വരുമാനമൊക്കെ എനിക്കിപ്പോ ഇച്ചിരി കുറവാ. അതല്ലേലും ഇല്ലല്ലോ. അല്ല നിന്റെ ചെലവില്ലയോ ഞാനിപ്പോ കഴിഞ്ഞു വിടുന്നത്. അല്ല ലീവ് എടുത്താ ശമ്പളം കുറയത്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ പറയുന്നേ. ശ്രീകുട്ടിയുടെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. വേണം വേണം വേണം. നിന്റെ രണ്ട് കണ്ണും മനസ്സും ശരീരവും ഇവിടെ വേണം. അതൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം വെച്ച്. അവിടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? അവിടെ നല്ല സ്വഭാവമാ, പ്രത്യേകിച്ചും അസുഖമായിട്ട് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും. അങ്ങനെയൊന്നുമില്ല, അവളെ എപ്പോഴും പാവാ, നല്ല സ്നേഹമുള്ള ആളാ. ആള് പോവാ. എന്നാ ഞാൻ നോക്കാം. ബീട്രൂട്ട് ചൊവ മണം അടിക്കുമ്പോ തന്നെ ചർക്ക പറഞ്ഞു മനുഷ്യന്. അല്ല കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കെട്ടിയിരുന്നെങ്കിൽ മനുഷ്യന് എന്തോന്നു. ഞങ്ങളെ എന്തായി കാണിക്കുന്നേ? എന്തോ കാണിച്ച? ഇരിക്കുകയാണോ? ഇരുന്ന് എനർജി വേസ്റ്റ് ആക്കുകയാണോ? കിടക്ക്. ഞാൻ ഇത്ര നേരം കിടക്കല്ലായിരുന്നോ? എന്റെ പെങ്ങളെ ഇങ്ങനെ കുത്തിയിരുന്നാലേ ഒരുപാട് എനർജി വേസ്റ്റ് ആവും. അയ്യോ, എനിക്ക് കിടന്നു. മിണ്ടരുത് മിണ്ടരുത്, സംസാരിച്ചാലും എനർജി വേസ്റ്റ് ആവും. മാക്കു, ഇതങ്ങോട്ട് കൊടുക്ക്. എന്താ ഇത്? പാവയ്ക്ക ജ്യൂസാ. ബെസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കുടിച്ച എല്ലാ അസുഖം പമ്പ എടുക്കും. ഇന്ന് തന്നെ വലിച്ചു കുടിച്ചോ. കണ്ടോ, ഇതാണ് കുഴപ്പം. ആദ്യം മനസ്സ് നന്നാവണം, എന്നാലേ മരുന്ന് ശരീരത്തിൽ പിടിക്കൂ. ഞാൻ വയ്യാണ്ട് കിടക്കുന്ന എന്റെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഈ സാധനം കൊണ്ടുവന്ന് നിൽക്കുന്നത്. എന്നിട്ട് എന്റെ മനസ്സ് തന്നില്ല. കുടിക്കും. ഞാൻ കുടിക്കൂല, എനിക്ക് വേണ്ടത് പാവയ്ക്ക ജ്യൂസ്. ഞാൻ കുടിക്കൂല. കണ്ടോ മക്കളെ, സ്വപ്പം കയ്പ് കാണുമെന്നുള്ളതേ ഉള്ളൂ, സാരമില്ല, അങ്ങ് കണ്ണു കൊടുത്തോളൂ കൂടി. ഇതെനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കൊടുക്കളിയാ. ഞാൻ കുടിക്കൂല ഇത്. കുടിക്കുന്ന പ്രശ്നമില്ല. ടച്ചിങ്സ് വല്ലതും വേണോ? വാള് വെച്ചാ ഇതുപോലെ 3 ഗ്ലാസ് ഞാൻ കുടിപ്പിക്കും. എനിക്കിത് കുടിക്കാൻ പറ്റില്ല, മൂക്കിന്റെ അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, കുടിക്കാൻ പറ്റൂല. ഞാനേ ഇത്തിരി വയ്യാണ്ടായപ്പോ എല്ലാരും കൂടെ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ. ഇത് ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ മണി, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞത്. ഞാൻ രവിയേട്ടനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, എന്നെ ഉദ്ദേശം മാത്രാ പറഞ്ഞത്. മനസ്സ് നന്നായില്ലെങ്കിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മല മനോരോഗിയാവും. ഞങ്ങൾ പറയുന്ന പോലെ ഭക്ഷണവും മരുന്നും ഒക്കെ കറക്റ്റ് അയച്ചാൽ എല്ലാ അസുഖവും മാറും. ഇതുപോലെ എനിക്ക് അവസരം കിട്ടും, അപ്പൊ ഞാൻ കാണിച്ചത് എല്ലാത്തിനും. എടി പെങ്ങളെ, അങ്ങനെ പറയരുത്. എവിടെ നിനക്ക് വേണ്ടി ഇന്ന് ശമ്പളമില്ലാത്ത അവധി എടുത്ത് നിക്കുക. എവക്കേ മണി മതി, അല്ലാതെ മണി വേണ്ട. മനസ്സിലായോ? എന്തോന്ന് എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ? എനിക്ക് മാറാ രോഗമൊന്നും ഇല്ലല്ലോ. എല്ലാരും കൂടെ മണി, നീ റെസ്റ്റ് എടുക്ക്, നീ കിടക്ക്. ദൈവമേ, ചികിത്സിച്ച് എന്നെ ഇവിടെ എല്ലാരും കൂടെ കൊന്നെടുക്കോ? നിന്റെ നല്ലതിനല്ലേ പറഞ്ഞേ, നീ കിടക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല ഇത്. അത് കുടിക്ക എല്ലാ അസുഖവും മാറും. എന്തൊരു കഷ്ടമാണ് ഭഗവാനെ. ഒറ്റ വലിക്കാൻ എനിക്ക് പറ്റൂല, കുടിക്കാൻ പറ്റൂല ഇത്. ഒന്നുമില്ല, ഒരു പാവയ്ക്കല്ലേ. ഞാൻ പിന്നെ കുടിച്ചോളാം. അച്ചാറുമല്ലോ വേണോ? ടച്ചിങ്സ് അച്ചാറ്. അതെ, ഇത് മനുഷ്യന്മാര് കുടിക്കുന്ന സാധനമൊക്കെയാ, അല്ലാതെ പുല്ലും പിണ്ണാക്കും ഒന്നുമല്ല. ഓക്കാനം വരാൻ. മണി, ഒറ്റ വലിക്കാൻ കുടിച്ചത്. ഒന്ന് പോയി തരൂ എല്ലാരും കൂടി, ഞാൻ പിന്നെ കുടിച്ചോളാം. പോകോ മകളെ, പിന്നെ കുടിക്കുന്ന കളയല്ലേ. മതി, അവള് കുടിച്ചോളും. കൂടുതൽ കെയർ ചെയ്യല്ലേ എന്നെ ഇങ്ങനെ. എനിക്ക് വയ്യാണ്ടായി. ശരി, എല്ലാം കുടിച്ചോളും. അവള് കുടിച്ചോളും. കുടിച്ചില്ലെങ്കില് പറഞ്ഞില്ലെന്ന് വേണ്ട. മണി, നീ കുടിച്ചിട്ടേ കിടന്നു. ശരി, ഓക്കെ, ഒന്ന് പോയി തരൂ. പെങ്ങള് കുടിക്കുമല്ലോ. എന്താ എന്താന്ന് വെച്ചാ ഞാൻ കുടിച്ചോളാം. കുടിക്കണ്ടേ?
കുടിക്കണം. പച്ചക്കറിയും പോലും എല്ലാം കൂടെ കലക്കിക്കൊണ്ട് വന്നേക്കണം എല്ലാരും കൂടെ എന്നെ. ഇതൊന്നും വേണ്ട. ഉവ്വ. ഉള്ള പുല്ലും പച്ചക്കറിയും എല്ലാം കൂടെ ഇട്ട് ഉണ്ടാക്കി ജ്യൂസും സൂപ്പും ഒക്കെ കൂടെ കുടിച്ച് ഇനി വയറും കൂടെ കേടാവും തോന്നുന്നു. എന്തായാലും വായിക്ക് രുചിക്ക് ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ച എന്നെ അടുക്കളയിൽ കയറാനും സമ്മതിക്കണില്ലല്ലോ. എന്തോന്നിത്? അമ്മ എന്താ ഇങ്ങനെ എണീറ്റിരിക്കുന്ന? കിടന്നൂടെ? ഇനി നിന്റെ വകയും കൂടി വേണം. ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? അമ്മ ഇങ്ങനെ എണീറ്റിരുന്ന് കഴിഞ്ഞാൽ ക്ഷീണം കൂടത്തേ ഉള്ളൂ. ഒന്ന് നന്നായിട്ട് ഉറങ്ങ് പ്ലീസ്. ഇത്രയും നേരം കിടന്ന് ഉറങ്ങാൻ ഞാൻ കൊമ്പ് പറഞ്ഞാ? എന്തൊരു കഷ്ടമാണ്. എല്ലാരും കൂടി ഇങ്ങനെ വന്നിട്ട് എന്തിനു ഉപദ്രവിക്കണോ? ചെറിയൊരു വയ്യായികല്ലേ ഉള്ളൂ. ഇത്തിരി BP കുറഞ്ഞ്, ഹീമോഗ്ലോബിൻ കുറവ്, അതിന് ഇങ്ങനെ നടന്ന് കൊല്ലണോ മനുഷ്യനെ? അമ്മ പെട്ടെന്ന് മാറാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ കൊണ്ട് തന്നത്. അമ്മക്ക് ഇതൊക്കെ കുടിച്ചൂടെ? കുടിച്ചെനിക്ക് വേറെ വല്ല അസുഖം വരും. എനിക്ക് അത് തന്നെ തോന്നണത്. ഇടി എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കാൻ തോന്നുന്നു. കഞ്ഞിയല്ലേ വേണം? അവിടെ അതാ മാമനും മാമിയും അച്ഛനും എല്ലാരും കൂടി ചേർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കുന്നുണ്ടോ? നീ ഒന്ന് പോയി നോക്ക്. ആയൊന്ന് ആയിട്ട് വിളി, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് പറഞ്ഞത് വരെയൊന്നും വേണ്ട. ആയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം. ശരീരം അനക്കരുതെന്നാണ് മാമൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഇത് ഈ അസുഖത്തിന് ഇത്രയൊന്നും കയറേണ്ട ആവശ്യമില്ല. ഇത് അവസാനം എന്നെ വേറെ വല്ല അസുഖം ഉണ്ടാക്കി തരും, വല്ല മാറാ രോഗമാവും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളുണ്ട് കൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടു തരുന്നത്. അമ്മ ഇതൊക്കെ എടുത്ത് കുടിക്കാൻ നോക്ക്. പോണില്ല, ബോഡി എവിടുന്നു? ഞാൻ ഇപ്പൊ വരാം. ആയോ നോക്കട്ടെ. റിങ്കി, റിങ്കി എവിടെ? റിങ്കി മണി മണി എത്തി തല ഇറങ്ങിയ? ഇല്ല, തല ഇറങ്ങിയില്ല. ഇവിടെ അളിയാ, മാമ, മോളെ. ശരി പോണു മനുഷ്യന്റെ. മാമ എന്ത് പറ്റി? എന്താ പറ്റി? അയ്യോ ഒന്നും പിന്നെ തല ഇറങ്ങുന്നു. കാര്യം പറയാൻ ഗ്യാപ്പതാ. അതെ, അവിടെ കിടന്ന് എനിക്ക് മതിയായി. അപ്പൊ എണീച്ച് വന്ന് എനിക്ക് വിശക്കാൻ ചെയ്യുന്നു. കഞ്ഞി ആയും ചോദിക്കാൻ വേണ്ടി എണീച്ച് വന്നതാ. കഞ്ഞിയാ? കഞ്ഞി ശ്രീക്കു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്പെഷ്യൽ കഞ്ഞി, നല്ല കഞ്ഞിയും കറിയും. ആണോ? എനിക്കാണെങ്കിൽ വിശന്നിട്ടേ കഞ്ഞി കുടിച്ചോളാം ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും. ശ്രീക്കു, കഞ്ഞി റെഡിയായോ? കൊണ്ടുവാ. ഒരു ചമ്മന്തിയും കൂടെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കറിയാണെങ്കിലും ഒന്നിലും കുഴപ്പമില്ല. കഞ്ഞി റെഡി. മണിക്കുട്ടി കുടിച്ചാട്ടെ. അയ്യേ, ഇതൊന്നും ഇങ്ങനത്തെ കഞ്ഞി എന്തോന്നും കിട്ടേക്കണ ഇതിനകത്ത്? അത് പച്ചമരുന്ന് ചേർത്ത കഞ്ഞിയാ. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ കഞ്ഞിയല്ല. 7 ഇനം പച്ചമരുന്നുകൾ അരച്ചു ചേർത്ത് ഒരു പോലീസുകാരിയാൽ നിർമ്മിക്കപ്പെട്ട ഔഷധ കൂട്ടാണിത്. ഇത് പറഞ്ഞു തന്ന ആരാ? മണിക്കുട്ടി. അതെ, നമ്മുടെ കളരിക്കിടയിലേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മർമ്മസ്ഥാനത്ത് കുത്തു കിട്ടുകയും അപ്പൊ അതിന്റെ ആ വേദന മാറ്റാൻ വേണ്ടി ഞാൻ ഈ സാധനം ഉണ്ടാക്കി കുടിക്കും. എന്റെ മണിക്കുട്ടി, ഇത് കുടിച്ചാട്ടെ എല്ലാ അസുഖം മാറും. അയ്യോ മാമി, നമ്മൾ ഒരു കാര്യം കൂടി വിട്ടുപോയി. എന്താ? നമ്മൾ ഔഷധം എല്ലാം കൂടി ചേർത്ത് ഒരു പപ്പടം ഉണ്ടാക്കിയില്ലേ? അത് വർത്തില്ല. എനിക്ക് എല്ലാം ഇനി ഒരു അക്ഷരം ഒരാൾ മിണ്ടിപ്പോരുന്നു. നീ സ്ട്രെയിൻ ചെയ്യാതെ. രവിയുടെ കുറച്ച് കൂടുന്നുണ്ട്. എനിക്ക് നിങ്ങൾ ഓരോ പ്രാവശ്യം കെയർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. എന്റെ പെങ്ങളെ, ഇത് അസുഖം മാറാൻ വേണ്ടിയല്ലോ പെങ്ങളെ ഞങ്ങൾ ഇതൊക്കെ തരുന്നത്. ഇങ്ങനെ കെയർ ചെയ്ത് എന്റെ അസുഖം മാറൂല. ഞാനൊരു മാറാ രോഗിയായിട്ട് മാറും. നിങ്ങൾ ഓരോ പ്രാവശ്യം കെയർ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നത് എന്താ അറിയോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട്. ഇനി ഒരിക്കൽ പോലും ഞാൻ അസുഖം വന്നാൽ നിങ്ങളോട് ആരോടും പറയത്തില്ല. എന്തോ ഇത് മനുഷ്യൻ വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്നപ്പോഴത്തേക്ക് കഞ്ഞിയിൽ എന്തൊക്കെയോ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇതെങ്ങനെ കഴിക്കും? കഴിക്കാൻ പറ്റുമോ? ഇത് പറയട്ടെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സ്നേഹമാണോ? ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഓവർ കെയറിംഗ് ഉണ്ടല്ലോ, ഒരിക്കലും ഒരു രോഗിയോട് ഇങ്ങനെ കാണിക്കരുത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തുവാണ് രോഗം? ഒരു ചെറിയ തലച്ചുറ്റ്, ഇച്ചിരി ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിച്ചാൽ മാറുമായിരുന്നു. ഓക്കെ, അത് ഇനി വരാതിരിക്കാനായിട്ട് ഡോക്ടറെ പോയി കണ്ടു മരുന്ന് മേടിച്ചു. ആ മരുന്ന് മര്യാദയ്ക്ക് കഴിച്ചാൽ മാറുന്ന അസുഖമാണോ ഇല്ലയോ? ആണോ ഇല്ലയോ? കഞ്ഞി കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ കഞ്ഞി എനിക്ക് കുടിക്കാൻ പറ്റൂല. അതെന്ത് നല്ല കഞ്ഞിയല്ലേ? നല്ല പോഷകാംശമുള്ള കഞ്ഞിയാ. നിങ്ങൾ എന്താ നിങ്ങൾ എല്ലാരും കൂടെ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നേ? ഞാനൊരു നാളെ മരിക്കാൻ കിടക്കുന്ന രോഗിയോ? അങ്ങനൊന്നും പറയരുത്, അങ്ങനൊന്നും പറയരുത്. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടെങ്കിൽ എനിക്കതാ തോന്നുന്നത്. ഞാൻ നാളെ മരിക്കാൻ പോവാണ്, ഡോക്ടർ നിങ്ങളോട് വേറെ എന്തോ പറഞ്ഞു. ആണോ? അങ്ങനെയൊന്നല്ലോ. തലച്ചുറ്റല്ലേ ഉള്ളൂ. ഞാൻ ആ മര്യാദക്ക് ആ മരുന്ന് കഴിച്ചാൽ അതൊക്കെ മാറും. അതെ, ഒരു രോഗി അത്യാവശ്യമായിട്ടുള്ള സാധനം എന്താ രോഗിക്ക്? പോഷകാഹാരം. ഒന്നാം കൊട്ട ഒരു രോഗിക്ക് വേണ്ടതേ സ്വസ്ഥതയും മനസമാധാനമാണ്. അത് ഈ വീട്ടിൽ നിന്ന് കിട്ടില്ല. എല്ലാരും ഭ്രാന്ത് പിടിച്ചവരെ പോലെ പെരുമാറണേ. ഇങ്ങനെ കെയറിങ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല. നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനം തന്നു കഴിഞ്ഞാൽ ഞാൻ മാറും. എനിക്ക് ഇപ്പൊ തന്നെ ഓക്കെയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാ ചെയ്തു. ഞാൻ പോട്ടെ, എനിക്ക് മതിയായി. മണി, അമ്മ
ഒന്ന് മാറി. ശ്ശെ, അവള് കഞ്ഞി കുടിച്ചതുമില്ല, ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്തു. ഒന്നാമത് നല്ല ക്ഷീണത്തിലാണ്. ഇതിലുള്ള എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. മാമനിപ്പൊ അത്യാവശ്യം ശരീരത്തിൽ പോഷകാഹാരം ഒക്കെ വേണ്ടതല്ലേ. ഈ കഞ്ഞി അങ്ങ് കുടിച്ചാട്ടെ. കുടിക്ക് മാമ. മാമ കുടിക്കേ. കുടി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ സൂപ്പർ സാധനമല്ലേ മാമ. തന്നെ പിന്നെ ടേസ്റ്റ് നോക്കാം. എന്താ അല്ല മാമ. അയ്യോ മാമ. എരിവായിരിക്കും. അയ്യേ മാമനതേ അറിവില്ലായ്മ ഉണ്ടോ മാമ. വെറുതെ കളയണ്ട, രവിയേട്ടൻ കുടിക്ക്. അല്ല എനിക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ വേണ്ട, എനിക്ക് വേണ്ട ശ്രീകുട്ടി. പ്ലീസ്. വേണ്ട, ഞാൻ മണി ഒന്ന് നോക്കട്ടെ. ഓരോരോ കച്ചികളി. ഔഷധക്കഞ്ഞി ഇഷ്ടമല്ലാത്ത ആരുണ്ട്? മാക്കുന് ഇഷ്ടാണോ? മാക്കുന് ഇഷ്ടാണോ? അതല്ല, ഞാനേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതല്ലേ. ഒന്നാമത് നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ല. എന്നിട്ടും ഞാൻ ഉണ്ടാക്കിയതല്ലേ. അതിന് മാക്കുകുടി. മാക്കുകുടി. കുടി.